രാവിലെ എണീച്ച് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ച് മോൾ അതിൻ്റെ ഇടയ്ക്കൂടെ ഒന്ന് ഉണർന്ന് അവൾക്ക് പാലൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ലഞ്ച് ബോക്സ് എടുത്ത് പാക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലഞ്ച് ബോക്സിൽ ഇന്ന് കാര്യമായിട്ട് ഒരുപാട് കാര്യങ്ങളൊന്നും വെക്കുന്നില്ല. ജസ്റ്റ് ബീട്രൂട്ട് തോരനും അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് മാത്രമേ ഉള്ളൂ. അത് രണ്ടും മാത്രമേ ഉള്ളെങ്കിലും എല്ലാം പറക്കി വെക്കുന്നതിന് ഒരു ഇച്ചിരി ടൈം എടുക്കും, ഒരു 5-10 മിനിറ്റ് എടുക്കും. അവൻ അതും എണീക്കാതെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്ക് അവൾ എണീച്ച് വന്നു. പിന്നെ അവളുടെ ഉറക്കപ്പിച്ചൊക്കെ മാറ്റിയതായിരുന്നു ചോറൊക്കെ പാക്ക് ചെയ്തത്. അങ്ങനെ ചോറാണ്, വെള്ളച്ചോറാണ് വെച്ചത്. അങ്ങനെ വെള്ളച്ചോറ് പാത്രത്തിലേക്ക് ഇട്ടു. അതിൻ്റെ കൂട്ടത്തിൽ ബീട്രൂട്ട് തോരനാണ് കൊടുത്തു വിടുന്നത്. മോൾ അതിൻ്റെ ഇടയ്ക്കൂടെ വന്ന് മോൻ്റെ പുതിയ കുപ്പിയായിരുന്നു, ഇന്നലെ പോയപ്പോൾ വാങ്ങിച്ചതാണ്. അവനിങ്ങനെ എപ്പോഴും കുപ്പിയും പാത്രവും ഒക്കെ മാറ്റിക്കൊണ്ടിരിക്കണം. അങ്ങനെ അതെടുത്തിട്ട് അവൾ അപ്പോഴേ തന്നെ ഇങ്ങനെ തന്നു. ഇന്ന് എൻ്റെ കൂടെ പാക്ക് ചെയ്യാൻ വേണ്ടി, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി എൻ്റെ മോനും കൂടെ വന്ന് നിൽപ്പുണ്ട്. ചില ദിവസങ്ങളിൽ ഇങ്ങനെ വന്ന് എൻ്റെ കൂടെ നിൽക്കാറുണ്ട്. അവൻ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണോ വെച്ചത്, ഇനി എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കും. മിക്ക ദിവസങ്ങളിലും ചോദിച്ചിട്ടാണ് ഞാൻ വെക്കാറുള്ളത്. ഇന്നലെ രാത്രി അതേപോലെ ചോദിച്ചു, നാളെ രാവിലെ എന്തോ മതി, ഒരുപാട് ലേറ്റായിട്ട് കിടന്നതൊക്കെ കാരണം ഉമ്മി ഇത് മാത്രം മതിയെന്ന് പറഞ്ഞു. അങ്ങനെ അത് തന്നെ വെച്ചു. അതുകൊണ്ട് ബീട്രൂട്ട് തോരൻ കുറച്ച് അധികം വെക്കുന്നുണ്ട്. ചോറിലിട്ട് ഇളക്കി കഴിക്കും. ചമ്മന്തിയും മറ്റു കറികളൊന്നും വെക്കുന്നില്ല. പിന്നെ ഓരോ മുട്ടയും കൂടെ പൊരിച്ചാണ് വെച്ചത്. ഇന്ന് രണ്ടുപേരും മുട്ട കഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ മുട്ട വീതമാണ് രണ്ടുപേർക്കും വെക്കുന്നത്. അങ്ങനെ അവനിങ്ങനെ പാത്രം അടയ്ക്കാൻ വേണ്ടി, അവനിക്ക് ഈ പാത്രത്തിൻ്റെ ആ ക്ലിപ്പ് ഭയങ്കര ഇഷ്ടമാണ് അടയ്ക്കാൻ വേണ്ടി. അപ്പം ഈ സ്റ്റീൽ പാത്രം എപ്പം വെച്ചാലും ഇങ്ങനെ വന്ന് നിൽക്കും അടയ്ക്കാൻ വേണ്ടി. അതുമല്ല സ്റ്റീൽ പാത്രം ആകുമ്പോൾ അവനിക്ക് കിറ്റ് കൊണ്ടുപോകണ്ടല്ലോ. കിറ്റ് കൊണ്ടുപോകുന്നതിനോട് വലിയ താല്പര്യമില്ല. എന്നാൽ സ്കൂൾ തുറന്നപ്പം വലിയ ബാഗും വാങ്ങിച്ചില്ല, ചെറിയ ബാഗ് മതി എന്ന് പറഞ്ഞ് വാങ്ങിച്ചു. എന്നിട്ട് ഇപ്പം എല്ലാം കൂടെ ബാഗിനകത്താണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ അതെല്ലാം വെച്ച് സോക്സൊക്കെ ഇട്ട് റെഡി ആയതിന് ശേഷം പിന്നെ അതിൻ്റെ ഇടയ്ക്കൂടെ നദു ബഹളം വെച്ചു. പിന്നെ അവളെ പിടിച്ച് മാറ്റിയിട്ട് ഒന്ന് സെറ്റാക്കി ഒന്ന് ഒതുക്കി ഇരുത്തിയിട്ട് രണ്ടുപേർക്കും ഇന്ന് മുന്തിരിങ്ങയും മുസമ്പിയാണ് കൊടുത്തു വിടുന്നത്. അപ്പോൾ അതെല്ലാം എടുത്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ഈ രാവിലെ പാക്ക് ചെയ്യുമ്പം ഒറ്റ സ്റ്റിച്ചിൽ നമുക്ക് എല്ലാം എടുത്ത് വെക്കാൻ ഒക്കത്തില്ല. ചില ദിവസങ്ങളിൽ നല്ല രീതിയിൽ എല്ലാം എടുത്ത് വെക്കാൻ പറ്റും, ചില ദിവസങ്ങളിൽ നദു അണിയിച്ച് വരും. അപ്പം അവളുടെ ബഹളവും നിർബന്ധമൊക്കെ അറിയാൻ അവളിങ്ങനെ കൊണ്ടാക്കാൻ വേണ്ടി റെഡിയായിട്ട് നിൽക്കണം. അങ്ങനെ രണ്ടുപേരും കഴിച്ച് റെഡിയായി പോയി.